ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബർ 13 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വീഡിയോസിന് മുമ്പ് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ഓർത്തിട്ട്, അപ്പോൾ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. May God bless you, dear, and keep you. ഇതല്ലേ പുക നോക്കണമെങ്കിൽ വേറെ സെലിബ്രേഷൻസും പരിപാടികളും ഒന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ കേക്ക് കട്ട് ചെയ്തു, അത് മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൂക്കിയുടെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. ഇതെന്താ പരിപാടി എന്ന് മനസ്സിലാവാത്ത. അപ്പോൾ അമ്മ പൂക്കീനെ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ പൂക്കിക്ക് വരാൻ താല്പര്യമില്ല, പൂക്കി ഓടിപ്പോയി. അപ്പോൾ അതേ അമ്മൂസ് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to Soumya. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ്, നമുക്കൊന്ന് പുറത്തോട്ട് വേണം. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ടല്ലോ. ഡിസംബർ ആയപ്പോഴത്തേക്കും എല്ലാവിടെയും കുറേ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഒരു വിൻ്റർ നല്ല രസമുണ്ട്. എല്ലാവിടെയും ലൈറ്റ്സും തണുപ്പും നല്ലൊരു സൂപ്പർ ഒരു വൈബാണ് കേട്ടോ ഡിസംബറിൽ. അപ്പോൾ നമ്മളൊന്നോർത്തു ഇവിടെ ലൊസാനിൽ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ രാത്രി പോയാലാണല്ലോ നമുക്കൊരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇരുട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലൊസാൻ മാർക്കറ്റിൽ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാവേ. നമ്മളങ്ങനെ ലൊസാൻ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കണ്ട ഫസ്റ്റ് നമ്മുടെ കാഴ്ച ഇതായിരുന്നു കേട്ടോ. അവർ ഒരു വള്ളി ഇങ്ങനെ വലിച്ചു കയറിയിട്ട് അതിൽ കൂടെ നടക്കുക, കുറേ സർക്കസൊക്കെ അതിലിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തൂങ്ങിക്കിടക്കുക, കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഈ ലൊസാൻ ക്രിസ്മസ് മാർക്കറ്റ് നവംബർ 20 ഓപ്പൺ ആയത്. ഡിസംബർ 31 വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പക്ഷേ ക്രിസ്മസിൻ്റെ ദിവസം ഉണ്ടാവില്ല, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാ ദിവസവും. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം പോയിട്ടുണ്ടായി, അന്നും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പോയപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ സ്റ്റാളുകളുണ്ട്, ഫുഡിൻ്റെ സ്റ്റാള്, ഓർണമെൻറ്റ്സ്, അങ്ങനെ പല ടൈപ്പ് കുറേ വെറൈറ്റി ഫുഡും അതുപോലെ നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നോർമലി സ്വിറ്റ്സർലൻഡ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല സൗണ്ടും ലൗഡായിട്ട് മ്യൂസിക്കും നല്ലൊരു വൈബുള്ള, നമുക്കൊരു വിൻ്റർ വൈബും ക്രിസ്മസ് വൈബൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കൊരു ക്രിസ്മസ് വൈബൊക്കെ കറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. ക്രിസ്മസ് ഗിഫ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അതിനുള്ള സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അവർ സെല് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ചെന്ന ദിവസമാണെങ്കിൽ ലൊസാൻ റണ്ണെന്നും പറഞ്ഞിട്ട് ഒരു റണ്ണിങ് നടക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. പല ഏജിലുള്ള ആൾക്കാരുടെ പല ഗ്രൂപ്പുകളായിട്ട് എനിക്ക് മനസ്സിലായത് ഒരു 7 കിലോമീറ്റർ റണ്ണിങ് ആണെന്നാണ്
കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് അവർ അനൗൺസ് ചെയ്തപ്പോൾ മനസ്സിലായത് 7 കിലോമീറ്ററാണ് റണ്ണിങ് എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഫിനിഷിങ് ടൈമായിരുന്നു. അപ്പോൾ അടുത്ത സെറ്റുകാർ അടുത്ത ഏജ് ഗ്രൂപ്പുകാർ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട് കേട്ടോ റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ട് കേട്ടോ, കുറേ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും പല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ള റണ്ണിങ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നോർമലി സ്വിസ് പീപ്പിളിന് ഹെൽത്ത് വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ. ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഈവൻ ഫുഡാണെങ്കിലും അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ എത്ര ഏജ് ആണെങ്കിലും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിസിക്കലായിട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. നോർമൽ എക്സസൈസ് ആണെങ്കിലും ജോഗിങ് ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും അതല്ലാത്ത എക്സസൈസുകളൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റണ്ണിങ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇത് ലൊസാൻ റൺ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഈവൻ്റാണ് കേട്ടോ നമ്മൾ ചെന്ന ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്നും കൂടെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ അവിടെ റെഡിയായി നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ റോഡിലാണ് നടക്കുന്നത്, പക്ഷേ എല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. റോഡൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. Et pour les personnes arrivées, rentrez les compétitions, départ dans 30 secondes, mesdames et messieurs. On aura de ça, noir, ça sera donc les enfants de 12 ans et les enfants de 12-13 ans seront rentrés par le ça gris, écrit en blanc dessus. Départ, mesdames et messieurs, dans 4 secondes. On va donner un maximum de voix avec le décompte de Christian, c'est parti. അങ്ങനെ ആ ബാച്ചുകാരുടെ റണ്ണിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതേ നമ്മുടെ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് ഇറങ്ങുവാണേ. ഈ ഹെലികോപ്റ്റർ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാനും നമുക്ക് ഒരു ഹെലികോപ്റ്റർ ഇത്ര അടുത്തുനിന്ന് നമുക്ക് കാണാനൊക്കെ ഉള്ള ഭാഗ്യം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ആ റണ്ണിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത റണ്ണിങ് കണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കുട്ടികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫുള്ള് സ്ട്രീറ്റൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഫെസ്റ്റീവ് വൈബിലാണ് കേട്ടോ സ്ട്രീറ്റ് ഉള്ളത്. ചുറോസ് ഇല്ലാതെ നമുക്കെന്താ ക്രിസ്മസ് മാർക്കറ്റ്? നമുക്ക് 3 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഈ ചുറോസ്. അപ്പോൾ നമ്മൾ എവിടെ പോയി ചുറോസ് കണ്ടാലും നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ചുറോസ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ പെട്ടതാണ് ഫോണ്ടു, സ്വിറ്റ്സർലൻഡിൻ്റെ. അതുപോലെ തന്നെ റാക്ലെറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ. ഒരു ചീസിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റേ പുക വിട്ട് കളിക്കുകയാണ്, നല്ല തണുപ്പായതുകൊണ്ട്. സോസ് വേണ്ടത് മയണൈസ് ആണോ?
പിന്നെ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തത് ഈ കോൺ ഡോഗാണ് കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഈ സംഭവം മറ്റേ ഹോട്ട് ഡോഗ് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കോൺ ഡോഗ് എന്നുള്ള സംഭവം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അമ്മൂസ് പറഞ്ഞു കുറേ വീഡിയോസിൽ അവൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹോട്ട് ഡോഗും ഉണ്ട്, അതുപോലെ തന്നെ ചീസാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റേ പൊട്ടം വേണം, മറ്റേ വേണം. എങ്ങനെയുണ്ട്? ഞാൻ ടി വി കണ്ടതാ, ഇത് ഞാൻ ടി വി കണ്ട സാധനമാണ്. സക്സസ്. ആവി പറക്കണം. മതി. ഡ്രസ്സൊക്കെ ഇട്ട് പോയ ആൾക്കാർ വലിയൊരെണ്ണമുണ്ട്. നമ്മൾ നേരത്തെ റണ്ണിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടില്ലേ, അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്ന നെക്സ്റ്റ് ബാച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. 7 കിലോമീറ്റർ തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പക്ഷേ ഇത്രയും ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കേട്ടോ. അതായത് സ്പോർട്സുകാരൊന്നുമല്ല, നോർമൽ ആൾക്കാർ തന്നെയായിരിക്കും, പക്ഷെ അവർ ഇത്രയും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ചൊന്ന് ഉള്ളിലത്തെ സ്ട്രീറ്റിലോട്ട് കയറിയതാണ്. അപ്പോൾ സ്ട്രീറ്റുകളൊക്കെ നല്ല ലൈറ്റിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഊഞ്ഞാലും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ, ആ ഒരു ആംബിയൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ട്രീറ്റൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. ആ ഒരു സ്നോ ഫ്ലേക്കിൻ്റെ ഷേപ്പിലൊക്കെ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ആ താഴത്തെ ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തിരക്കുള്ള ഭാഗം. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ചൊന്ന് മാറി മുകളിലോട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ അമ്മു പിന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാൽ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അമ്മു അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക അവിടെ. അമ്മൂസ് അപ്പോൾ ഊഞ്ഞാലാടിയിട്ട് ഓരോ പോസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പോസിനനുസരിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ മറ്റേ ഫിലിമിലൊക്കെ കാണുന്ന വല്ലതെ നടക്കുമോ, ഒരു പരിപാടി നടന്നില്ല കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് ബാച്ചുകാരുടെ റണ്ണിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളി വൈബിലുള്ള റണ്ണിങ് ആയിരുന്നു കേട്ടോ. ഇത് നോക്കി ക്രിസ്മസ് ട്രീ ഒക്കെ വരുന്നത് കണ്ടോ. അപ്പോൾ ഈ ബാച്ചിൽ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഓടുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ ഗ്രൂപ്പ്സ് ഓടുന്നുണ്ട്. പല തീം വെച്ചിട്ടും പല മെസ്സേജ് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ അവർ ഓടുന്നുണ്ട് കേട്ടോ. ഈ ഒരു
സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു റണ്ണിങ്. നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതുപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഓടുന്നത് കാണുമ്പോഴേ ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇവരൊക്കെ എന്തുമാത്രം എഫേർട്ടല്ല ഇടുന്നതെന്ന്. കാരണം ഞാനൊക്കെ ആണെങ്കിൽ മടി പിടിച്ച് പരിപാടിക്കൊന്നും പോകാത്ത ആളാണ്. പക്ഷെ ഇത്രയും ഇങ്ങനെ കുഞ്ഞു മക്കളെ വെച്ച് വരെ ഇവർ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചും കൂടെ പോകും കേട്ടോ. നമ്മൾ മീൻസ് ഞാൻ ഇവരിടുന്ന ഒരു എഫേർട്ട് കാണുമ്പോൾ. രജിസ്റ്റർ ചെയ്യണം നേരത്തെ. അടുത്തതായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തത് ദേ വരുന്ന ഡൈനോസറാണ് കേട്ടോ. എൻ്റെ പൊന്നെ നോക്കിയേ, എന്ത് സൂപ്പറല്ലേ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. ഇതൊക്കെ അങ്ങനെ ആ ഒരു ബാച്ച് റണ്ണിങ്ങും അവർ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അവരങ്ങോട്ട് പോയിട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നവിടെ കുറേ ഇങ്ങനെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. കുറേ ഷോപ്സ്, ഫുഡിൻ്റെ ഒക്കെ കുറേ ഷോപ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ഹോട്ട് വൈനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ ഷോപ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. എന്നാലും നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈബാണ്, സൂപ്പർ വൈബാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു റൈഡാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ ആണ്, പക്ഷെ അതും ഒരു റൈഡാണ്. നല്ല ഈ ഷോപ്സുകളൊക്കെ ഉണ്ട്, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, കറക്റ്റ് ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫീല് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബഹളത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇതേ ഒരു സാന്തയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു സാന്തയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളതേ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മെട്രോയിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിൻ മുഴുവനും ഈ മെട്രോ മുഴുവനായിട്ട് ബുക്ക് ചെയ്ത് പോയി. പക്ഷെ ഇപ്പം ഇരിക്കുമ്പോൾ പേടിയാവുന്നു ഗൈസ്. പക്ഷേ ചീപ്പാണ്, അധികം കാശുമില്ല. കേറാൻ തിരക്കുണ്ടാവുമായിരിക്കും. Pour votre sécurité, tenez-vous. തുനിയവോ പിടിച്ചേക്കാം. തുനിയവോ തുനേവോ അല്ല, തുനേവോ. തുനിവോ അതെങ്ങനെ എപ്പോഴും തുനിവോ എന്താ തുനിവോ? C'est pas തുനേവോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.